നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ഇരിങ്ങാലക്കുട ചേലൂർ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങളാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന് മുന്നിലെ നടപ്പുരയിലെയും കാവിലെയും ശിവപാർവതി ക്ഷേത്രത്തിന് മുന്നിലെയും ഭണ്ഡാരങ്ങളാണ് പൂട്ട് പൊളിച്ച് മോഷണം നടത്തിയിട്ടുള്ളത്. മോഷ്ടാവ് ക്ഷേത്രത്തിൽ എത്തുന്നതും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതിൻ്റെയും ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 3 ആഴ്ച മുൻപാണ് ഭണ്ഡാരം തുറന്ന് പണം എടുത്തിരുന്നത്. ഏകദേശം 4000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ കണക്കാക്കുന്നത്. പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്സവ സീസണിനോട് അനുബന്ധിച്ച് ചാരായം വാറ്റുന്നതിനായി പാകപ്പെടുത്തി 200 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തൃക്കൂർ കോട്ടായി ഇടത്തുകര കനാലിന്റെ സമീപത്തു നിന്നും 200 ലിറ്റർ വാഷ് പിടിച്ചെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ ബാബു PM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചന്ദ്രൻ CK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മഹേഷ് KU, ശോഭിത് OB, കർണ അനിൽകുമാർ, ഡ്രൈവർ സുധീർ KK എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് രൂപത ബിഷപ്പ് മർപോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിച്ചതിനെ തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം, വർണ്ണമഴ എന്നിവ നടന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വലിയങ്ങാടി അമ്പ് ഫെസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു.
അമ്പ് ഫെസ്റ്റ് രക്ഷാധികാരി ജോണി പി ആലേങ്ങാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ജി. ശങ്കരനാരായണൻ, നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി. സി. വർഗീസ്, മുനിസിപ്പൽ കൗൺസിലർമാരായ പി. വി. ശിവകുമാർ, കെ. എസ്. പ്രസാദ്, ടി. കെ. ഷാജു, ഡെലി സിജു യോഹന്നാൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി. കെ. ഗോപി, ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, PNA കബീർ മൗലവി എന്നിവർ പങ്കെടുത്തു. അമ്പ് ഫെസ്റ്റ് ട്രഷറർ മനീഷ് അരീക്കാട് സ്വാഗതവും ജോയിന്റ് കൺവീനർ ടോം മാമ്പിള്ളി നന്ദിയും പറഞ്ഞു. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് വർണ്ണാഭമായ ദീപക്കാഴ്ചകളുമായി നിൽക്കുന്ന ഈ വലിയങ്ങാടി അമ്പ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. പിണ്ടിപ്പെരുന്നാൾ ഇരിങ്ങാലക്കുടക്കാരുടെ എല്ലാവരുടെയും ഒരു സ്വകാര്യമായ വൈകാരികതയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരു മനസ്സായി നിന്നുകൊണ്ട് ആഹ്ലാദിച്ച് ആസ്വദിച്ച് അനുഭവിക്കുന്ന ഒരു പെരുന്നാളാണ് പിണ്ടിപ്പെരുന്നാൾ. എല്ലാ സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും മുന്നിൽ വാഴപ്പിണ്ടി സ്ഥാപിച്ച് വളരെ മനോഹരമായി അലങ്കരിച്ച് ആരോഗ്യകരമായ കൊച്ചു മത്സരത്തോടു കൂടി തന്നെ എല്ലാവരും പിണ്ടിപ്പെരുന്നാളിൽ ഭാഗഭാക്കാകുകയാണ്. നേരു പറഞ്ഞിട്ടും നെഞ്ചു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു. പിന്നെ പാവം കൂട്ടിൽ തടഞ്ഞിരുന്നു. മാറ്റം ഇന്നത് കാറ്റയും കാതിലേതോ சொன்னது. இதுதான் காதல் என்பதா, இளமை பொங்கி விட்டதா, இதயம் சிந்தி விட்டதா, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സമ്മേളനം നടന്നു. സിയോൺ ഹാളിൽ നടന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി. കെ. ഗോപി, PNA കബീർ മൗലവി, അഡ്വക്കേറ്റ് ഡി. ശങ്കരൻകുട്ടി, NB കിഷോർ കുമാർ, സന്തോഷ് ചെറാകുളം, പി. വി. ശിവകുമാർ, ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ എന്നിവർ പങ്കെടുത്തു. ഈ പട്ടണം ഏറ്റവും മനോഹരമായ നിലയിൽ അലങ്കരിക്കപ്പെടുന്നതും വളരെ വർണ്ണാഭമായ നിലയിൽ ദീപാലങ്കാരങ്ങളൊക്കെ ചേർന്ന് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്നതുമൊക്കെ ഈ പിണ്ടിപ്പെരുന്നാളിൻ്റെ ദിവസങ്ങളിലാണ്. അതുപോലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളും ദീപക്കാഴ്ചയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ യാതൊരുവിധ അതിർത്തി രേഖകളും ഇല്ലാതെ ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയുമാണ്. സെബസ്ത്യാനോസിന്റെ തിരുനാൾ അമ്പ് തിരുനാളും കൂടെ നടത്തുന്നുണ്ട്. തിന്മയ്ക്കെതിരെ പോരാടിയ ഒരു വിശുദ്ധ രക്തസാക്ഷിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഈ രണ്ട് തിരുനാളുകളും കൂടെ സംയുക്തമായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുട പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമാധാനവും സന്തോഷവും ശാന്തിയും ഇവിടെ ഉണ്ടാകണം. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൈകോർത്ത് എല്ലാ മതങ്ങളും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന അവസരമാണ്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച ഈ പ്രദേശത്തുള്ള ലോക്കൽ അവധി കൊടുക്കുന്നതിൻ്റെ കാരണം. ഇത് ഇവിടെ മാത്രമല്ല, കുടമാണിക്യ ഉത്സവം നടക്കുമ്പോഴും കൊല്ലാട്ടി അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോഴും ഒക്കെ ലോക്കൽ അവധി കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ റംസാൻ തിരുനാളിൻ്റെ അവസരവും നമ്മൾ കൂട്ടായ്മയുടെ അവസരമാണ്. അപ്പം അങ്ങനെ ഒരു പരസ്പരം ഒരു കൂട്ടായ്മ വളർത്താനും അതുപോലെ തന്നെ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പൊരുതുവാനും നന്മ കൂടുതൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും മാടായിക്കോണം കൊച്ചിപ്പാടം കോൾപ്പടവിന് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമായ മോട്ടോർ പമ്പ് സെറ്റിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ നിർവഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, മുനിസിപ്പൽ കൗൺസിലർമാരായ ബൈജു കുറ്റിക്കാടൻ, TK ഷാജു, CC ഷിബിൻ, അജിത് KV, മുൻ മുനിസിപ്പൽ കൗൺസിലർ നിഷ അജയൻ, പൊറത്തശ്ശേരി കൃഷി ഓഫീസർ അഖിൽ എന്നിവർ പങ്കെടുത്തു. 20 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കയ്യാലി ഉണ്ടായിരുന്നു. എന്നും കയറി ഇറങ്ങുന്ന 2 വ്യക്തികളാണ്.
നമ്മുടെ വേലായുധേട്ടനും മുകുന്ദേട്ടനും. അവരുടെ ആവശ്യം കൃഷിയുടെ ആവശ്യം തന്നെയാണ്. ഞാനൊരു കർഷക എന്നുള്ള നിലയ്ക്ക് ഞാനും കൃഷിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തിരുന്നു. പിന്നെ ഏത് മേഖലയായാലും ഒരു ഫണ്ട് വയ്ക്കുമ്പോൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ്. കാർഷിക മേഖലയ്ക്ക് ഫണ്ട് കൊടുത്തിട്ടാണ് പിന്നെ മറ്റുള്ള ഫണ്ടുകൾ ബാക്കിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവൻ്റെ നിലനിൽപ്പ് കർഷകരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ കർഷകരെ ഉയർത്തി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം മുകുന്ദൻ പറഞ്ഞ പോലെ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു വിഷയമുണ്ട്. കർഷകരെ സംബന്ധിച്ചിന്ന് കൃഷി പണിയാനൊരു വിമുഖത കാട്ടുന്ന കാരണം എന്ന് വെച്ചാൽ കൂലിച്ചെലവും മറ്റുള്ള വളങ്ങളുടെ വിലയും അതൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇന്ന് പഴയ കാർഷിക രീതിയിൽ നിന്ന് മാറി യന്ത്രങ്ങളായപ്പോൾ ഒരുപാട് ആൾക്കാർ കൃഷിക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് വളരെ ഏറെ ഉപകാരപ്രദമായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൃഷി ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ തരുണത്തിൽ ഞാൻ പറയാണ്, നമ്മുടെ മുൻ കൃഷി മന്ത്രിയായിരുന്ന സുനിൽ കുമാറിനെ ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇരിങ്ങാലക്കുട SN ചന്ദ്രിക എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കീഴിലുള്ള SN സ്കൂളുകളുടെ വാർഷിക സമ്മേളനം കവിയും പത്രപ്രവർത്തകനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SN ചന്ദ്രിക എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ CK രവി, യുവഗായകൻ ഫിനുബിൻ ലിറിഷ്, കറസ്പോണ്ടന്റ് മാനേജർ PK ഭരതൻ മാസ്റ്റർ, മുനിസിപ്പൽ കൗൺസിലർ സുരഭി വിനോദ്, PTA പ്രസിഡന്റ് കുമാരൻ AC എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ സിൻല CG സ്വാഗതവും ഹെഡ് മിസ്ട്രസ് ഗോൾഡ NB നന്ദിയും പറഞ്ഞു. കുറച്ചു മുമ്പ് ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള നേട്ടം അതിൻ്റെ വെളിച്ചത്തിൽ നാളെ ഭാവി ആസൂത്രണം ചെയ്യും എന്ന രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് അവസാനിപ്പിച്ചത് എന്ന് ഓർക്കുന്നു. വളരെ പ്രസക്തമായ കാര്യം. ഒരു പക്ഷേ കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ലാത്ത ഒരു കാര്യം ആ റഫറൻസിൽ ആ പ്രസ്താവന അതിനോട് ചേർത്ത് വെച്ചിട്ട് പറയാൻ തോന്നുന്നു. ജാനുവരി തുടങ്ങുന്നത് പുതുവർഷം തുടങ്ങുന്നത് 4 കണ്ണുകളോടെയാണ്. മുരിയാട് നിരേപറമ്പിൽ ജോൺസൺ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4:30 മുരിയാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. ലിസി ഭാര്യയും ലിജോ മകനുമാണ്. ഗ്ലീന മരുമകളാണ്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം, മുരിയാട് സർവീസ് സഹകരണ സംഘം ഭരണസമിതി അംഗം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ജോൺസൺ ഇരിങ്ങാലക്കുട കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആനന്ദ് ഫിലിംസിന്റെ ഉടമയായിരുന്നു. ഇരിങ്ങാലക്കുട പേഷ്കാർ റോഡിൽ ആലുക്കത്തറ കമലാകരൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടക്കും. വനജ ഭാര്യയും ജയകല, കവിത എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.